ഞാൻ പറഞ്ഞ് നയന ഭൂമിയുടെ ആരൊക്കെയായി എന്നല്ലേ പറഞ്ഞത്? ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഭൂമിക്ക് ആരോടാണ് കൂടുതൽ ഇഷ്ടം? അഞ്ജനയോടാണോ അതോ നയനയോടാണോ? എന്ത് ചോദ്യമാണ് സാർ ഇത്? നയനയോടല്ലാതെ അഞ്ജനയോട് എനിക്ക് ഇഷ്ടം തോന്നൂ? ഞാൻ നയനെ വിവാഹം കഴിക്കുന്നതാണോ കൂടുതൽ ഇഷ്ടം, അതോ അഞ്ജനെ വിവാഹം കഴിക്കുന്നതോ? ഒരു സംശയമില്ല സാറ്, നയനയെ വിവാഹം കഴിക്കുന്നതാ എനിക്കിഷ്ടം. അപ്പോ അഞ്ജനുമായിട്ടുള്ള എൻ്റെ വിവാഹം നടക്കാൻ പാടില്ലല്ലോ. പ്ലീസ് ഭൂമി, എൻ്റെ നയനയ്ക്ക് വേണ്ടി, എനിക്ക് വേണ്ടി നീ നിന്റെ തീരുമാനം ഒന്ന് മാറ്റണം. അഞ്ജനയുടെ കണ്ണീര് കാണേണ്ടി വരുമെന്ന് പറഞ്ഞല്ലേ നീ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? എല്ലാവരും നിർബന്ധിച്ച് ഞാൻ മനസ്സില്ലാ മനസ്സോടെ അഞ്ജനയെ വിവാഹം കഴിച്ചെന്ന് കരുതുക. മടങ്ങി വന്നാ നയനയ്ക്ക് കരയേണ്ടി വരില്ലേ? അവളുടെ കണ്ണീര് കാണാൻ പറ്റുമോ? പ്ലീസ് ഭൂമി. നീ എന്നെ മനസ്സിലാക്കുന്ന ഞാൻ കരുതുന്നത്. പ്ലീസ്. ശരി, സാറ് പറഞ്ഞതുപോലെ ഞാൻ ഈ വിവാഹ നാടകത്തിന് കൂട്ടുനിൽക്കാം. സാർ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാം. ഭൂമി, നയനയ്ക്ക് വേണ്ടി, പിന്നെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പോ നമ്മുടെ വിവാഹം ഉറപ്പിച്ചു? വിവാഹമല്ല, വിവാഹ നാടകം ഉറപ്പിച്ചു. ആ, വിവാഹ സ്ഥലവും മുഹൂർത്തവും ഒന്നും മാറുന്നില്ല. അഞ്ജനയുടെയും എൻ്റെയും വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ, അതേ മണ്ഡപത്തിൽ വെച്ച് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടും. അവിടെ മണ്ഡപത്തിൽ അഞ്ജന ഉണ്ടാവില്ലേ? നിങ്ങളുടെ കല്യാണത്തിന് കൂടെ വന്ന ആൾക്കാരുണ്ടാവില്ലേ? നിങ്ങളുടെ ബന്ധുക്കൾ ഉണ്ടാവില്ലേ? ആ, എല്ലാവരും ഉണ്ടാവും. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വേണം നമ്മുടെ വിവാഹം നടക്കാൻ. അതിന്റെ ആവശ്യം എന്താ? എങ്കിലേ നമ്മൾ വിവാഹം കഴിച്ചെന്ന് എല്ലാവരും വിശ്വസിക്കൂ. ഏയ്, ഇതിന് ഞാനില്ല. ഇതൊന്നും ഞാൻ സമ്മതിക്കില്ല. ഭൂമി, ഞാൻ പറഞ്ഞില്ലേ, എങ്കിലേ ആളുകൾ വിശ്വസിക്കൂ, നമ്മളെ ഭാര്യ ഭർത്താക്കന്മാരായി അംഗീകരിക്കൂ. അങ്ങനെയൊന്നും ഇല്ല സർ. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കുകയാണ്. എന്റെ കഴുത്തിൽ താലിയൊന്നും കെട്ടണ്ട. കുറച്ചു നേരത്തെ തന്നെ നമ്മൾ വിവാഹിതരായിരുന്നു എന്നും ആരോടും പറയാതെ മറച്ചു വെച്ചതായിരുന്നു എന്നും പറയാം. അതൊന്നും ആരും വിശ്വസിക്കില്ല ഭൂമി. വിവാഹം ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സ്വപ്നമാണ്. അങ്ങനെ ഒരു സ്വപ്നം കണ്ട് ഒരു പെൺകുട്ടി കതിർമണ്ഡപത്തിൽ ഇരിക്കുമ്പോ അതേ കതിർമണ്ഡപത്തിൽ വെച്ച് തന്റെ കഴുത്തിൽ താലി കെട്ടേണ്ട പുരുഷൻ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണുമ്പോ അവൾ എങ്ങനെ അത് സഹിക്കും? അതൊന്നും പറ്റില്ല. അവൾക്കത് വലിയ വേദനയായിരിക്കും. അഞ്ജനയെ ഇങ്ങനെ ആക്ഷേപിക്കാനും അപമാനിക്കാനും ഞാനില്ല സർ. അവളും എന്നെ പോലൊരു പെണ്ണല്ലേ. ഭൂമി, ഞാൻ പറയുന്നത്. സാർ ഇനി ഒന്നും പറയണ്ട. നമ്മള് ഭാര്യ ഭർത്താക്കന്മാരായി ആക്ട് ചെയ്യാനാണ് തീരുമാനിച്ചത്. ഇവിടെ ഒരു താലിക്ക് പോലും പ്രസക്തിയില്ല. വിവാഹ മണ്ഡപത്തിൽ വന്ന് ഇങ്ങനെ ഒരു ഡ്രാമ കളിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല സർ. ഞാനില്ല ഇതിന്.